ഇനി വൈലത്തൂര് വന്ന് കാര്യമായി പറഞ്ഞ ഒരു മുഹിമ്മായ ഒരു വിഷയമായി, മുഹിമ്മായിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു വിഷയമുണ്ട്. എന്തായിരുന്നു അത്? ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങൾ ഉപ്പാപ്പാൻ്റെ ഓഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് നൗഷാദ് കുറേ സാധനങ്ങൾ കേൾപ്പിച്ചിരുന്നു. മൗലവി എന്തിന് ഈ തരത്തിൽ തരംതാഴ്ന്നു പോകണം? ആരോടാണ് ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇദ്ദേഹത്തെ വിളിച്ചുപോൽ. എന്നിട്ട് പേരോട് ഉസ്താദിനെ സംബന്ധിച്ചും പൊന്മുള ഉസ്താദിനെ സംബന്ധിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചുമൊക്കെ തങ്ങളുപ്പാപ്പാക്ക് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് പോൽ. എന്നിട്ട് ഇവൻ്റെ കൂടെയാണ് പോലും തങ്ങളുള്ളത്. ഇവനെ വിളിച്ച് പറയാണ്, അല്ലേ, ഓ മൗലവി കുറച്ച് തലച്ചോറ് ഉപയോഗിക്കണ്ടേ, കുറച്ച് ഉപയോഗിക്കണ്ടേ? ഇത് സമൂഹം ചിന്തിക്കൂലേ? ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ജീവിതകാലം മുഴുവനും ജീവിച്ചതും അവിടുന്ന് വഫാത്താകുന്നത് വരെ ഈ പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ടും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടുമാണ്. എങ്കിൽ ആ മഹാനായ തങ്ങളുപ്പാപ്പ ആ പ്രസ്ഥാനത്തെ ഉള്ളിലൂടെ അംഗീകരിക്കുന്നില്ല എന്നല്ലേ നീ പറയാൻ ശ്രമിക്കുന്നത്? അതല്ലേ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? അതിലൂടെ ആ അർത്ഥത്തിൽ അത് പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ വിശ്വസ്തതയല്ലേ താങ്കൾ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഞങ്ങളെ മഹാനായ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് അവിടത്തേക്ക് കാപട്യമുണ്ടായിരുന്നു എന്ന ആശയം സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്താൽ ഇവിടെയുള്ള വിശ്വാസികൾ അത് വിശ്വസിക്കുന്നാണോ താങ്കൾ കരുതിയത്? അങ്ങനെ വിശ്വസിക്കാൻ മാത്രം കുരുവട്ടൂരസത്തിൽ പെട്ടുപോയ തലച്ചോറ് പണയം വെച്ച 4 പേർക്കല്ലാതെ മറ്റാർക്ക് കഴിയും മൗലവി? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാജമായ ക്ലിപ്പുകൾ കൊണ്ടുവന്ന്, ഓഡിയോകൾ കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്താൽ അവരത് ചവറ്റുകൊട്ടയിലേക്ക് തട്ടിക്കളയുമെന്നല്ലാതെ അതിനെ ആര് മുഖവിലക്കെടുക്കാനാ മൗലവി? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു ഈ ചവറ് തങ്ങളുപ്പാപ്പയുടെ ഹയാത്ത് കാലത്ത് കൊണ്ടുവരാതിരുന്നത്? തങ്ങളുപ്പാപ്പയുടെ ഹയാത്ത് കാലത്തല്ലേ താങ്കളെയും താങ്കളുടെ കാട്ടുകള്ളനായ അബ്ദുള്ള മൗലവിയെയും ഞങ്ങളുടെ പ്രസ്ഥാനം ചവിട്ടി പുറത്താക്കിയത്? അല്ലേ? ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞത് അക്കാലത്തായിരുന്നില്ലേ? അക്കാലത്ത് എന്തേ ഈ ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവരാതിരുന്നത്? അത് കൊണ്ടുവരാതിരിക്കാനുള്ളൊരു കാരണമുണ്ട്. അന്നെങ്ങാനും ഇതുപോലുള്ള തീർത്തും വ്യാജമായ സാധനങ്ങൾ കൊണ്ടുവന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പനിൻ്റെ കോളറിന് പിടിക്കും എന്ന് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടല്ലേ നീ അത് അവിടുത്തെ വഫാത്തിന് ശേഷം കൊണ്ടുവന്നത്? എന്നിട്ട് അതിന് ന്യായം പറയുന്നു, ഞങ്ങൾക്ക് അനുമതി കിട്ടുമ്പോൾ. ഹയാത്ത് കാലത്ത് നിങ്ങൾക്ക് അനുമതി കിട്ടൂല, കാരണം കള്ളി പൊളിയല്ലോ. ഹയാത്തിന് ശേഷം ആ അനുമതി കിട്ടരുത്. ഇതൊക്കെ ആരെ പറ്റിക്കാനാ മൗലവി? ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഈ കാലഘട്ടത്തിൽ എൻ്റെ വോയിസിലും എൻ്റെ രൂപത്തിലും പ്രകാരത്തിലും ഞാൻ സംസാരിക്കുന്നത് പോലെയുള്ള വീഡിയോ തയ്യാറാക്കാൻ സെക്കൻഡുകൾ മതി. ഈ കാലത്താണ് മൗലവി ഒരു വ്യാജമായ ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് ഇത് തങ്ങൾ വിളിച്ചതാണ് എന്ന് പറയുന്നത്. അത്രമാത്രം ബുദ്ധിപരമായി തരംതാഴ്ന്നു പോകാൻ പാടില്ല മൗലവി. കുറച്ചൊക്കെ മനുഷ്യൻ്റെ ഒരു നിലവാരം സൂക്ഷിക്കണമായിരുന്നു താങ്കൾ. ഈ കാലഘട്ടത്തിൽ വ്യാജമായ ഒരു ഓഡിയോ ഉണ്ടാക്കാൻ ആർക്കാ പ്രയാസം? ഇത് നൗഷാദും വേറൊരുത്തനും കൂടി ഇന്ന് സംസാരിച്ചത് ബഹുമാനപ്പെട്ട തങ്ങളെ പേരിലേക്ക് അങ്ങോട്ട് ചാർത്തി കൊടുക്കുകയാണ് അല്ലേ? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് തക്ലീഫുള്ള സമയത്ത് അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ താങ്കൾക്ക് CM വലിയുല്ലാഹി തങ്ങളുടെ ഖാദിമായിരുന്ന തങ്ങളെ സംബന്ധിച്ച് ഇതും ഇതിലപ്പുറവും പറയാൻ ഒരു നാണവുമാനവും ഉണ്ടാവില്ല. എങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ അവിടുത്തെ മക്കൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ മഹാന്മാരായ നേതാക്കളാണ്. ആ അവിടുത്തെ മക്കളുമായി ബന്ധപ്പെട്ടു അവർ പറയുന്നു, അതെല്ലാം ഒരു 5 ക്യാഷിന് വില കൊടുക്കാനില്ലാത്ത തീർത്തും നിരർത്ഥകവും വ്യാജവുമായ ആരോപണങ്ങളാണ്. ഞങ്ങളുടെ പിതാവ് പഠിപ്പിച്ചു തന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാനാണ്. എങ്ങാനും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉപ്പ അത്തരത്തിലൊരു സൂചന ഞങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ ഞങ്ങളുണ്ടായിരുന്നു ആ പറയുന്ന കുരുവട്ടൂരിസത്തിൻ്റെ കൂടെ. ബഹുമാനപ്പെട്ട തങ്ങൾ സ്വന്തം മക്കളുടെ ഹിദായത്ത് ആഗ്രഹിക്കാത്തവരാരാളുള്ളത്? എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ മക്കൾ പറയാണ്, ഉപ്പയെങ്ങാനും ഞങ്ങൾക്കൊരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങളുണ്ടാകുമായിരുന്നില്ലേ അവരുടെ കൂടെ? എന്നിട്ട് അവർ പറയാണ്, ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതിൻ്റെ എത്ര വലിയ മഹത്വങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. വൈലത്തൂരിലുള്ള നമ്മുടെ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം. മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടി തങ്ങളെ സമീപത്തേക്ക് അവർ പോകുമ്പോൾ അവരോട് പ്രത്യേകമായി തങ്ങൾ പറയുന്നത്,
ഒരു മനുഷ്യനോടും ഒരാവശ്യത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കാൻ തങ്ങളെ മക്കൾക്ക് വേണ്ടി പ്രവർത്തകരോട് എൻ്റെ മക്കൾക്കും നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കണം, അവരുടെ കയ്യിലും ഇത് എത്തിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം മക്കൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയുകയാണ്. ആരെ? വൈലത്തൂര് തങ്ങൾ ഉപ്പാപ്പ. വൈലത്തൂരിലുള്ള പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയില്ലേ? അങ്ങനെ ഓരോ സമയം വരുമ്പോഴും തൻ്റെ മക്കളും ഈ പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങൾ ഉപ്പാപ്പ. അവിടുന്ന് ജീവിതകാലത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെതായി എടുത്ത മെമ്പർഷിപ്പ്, ആദ്യത്തെ മെമ്പർഷിപ്പ് അടക്കം അവിടുന്ന് വഫാത്തിൻ്റെ സമയത്ത് വഫാത്താകുന്ന വർഷം വരെയുള്ള മെമ്പർഷിപ്പ് ഇന്നും ഒരു നിധി പോലെ ആധാരവും മറ്റും സൂക്ഷിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ അവിടുത്തെ വീട്ടിൽ സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് നൗഷാദ്. ഇതൊക്കെ താങ്കൾ അറിയോ? ഇങ്ങനെയുള്ള തങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾ ഈ വാറോല കൊണ്ടുവരുന്നത്. അവിടുത്തെ മുഴുവൻ മെമ്പർഷിപ്പും ഇന്നും അവിടെ സൂക്ഷിപ്പിരിപ്പുണ്ട് എന്നാണ് അവിടുത്തെ മക്കൾ പറയുന്നത്. ഞങ്ങൾക്ക് പോലും അത് അവകാശപ്പെടാൻ പറ്റില്ല. ഈ പാവപ്പെട്ട എനിക്കതിന് അവകാശപ്പെടാൻ പറ്റില്ല. എൻ്റെ 4-5 വർഷം മുമ്പുള്ള മെമ്പർഷിപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവിടുത്തെ ജീവിതകാലത്തെടുത്ത മുഴുവൻ മെമ്പർഷിപ്പും സൂക്ഷിപ്പുണ്ട്. എന്നിട്ട് അവിടുന്ന് മക്കളോട് പറഞ്ഞ, പ്രവർത്തകരോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? എൻ്റെ മക്കളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കണമെന്ന് പറയാൻ അവിടെയുള്ള പ്രവർത്തകരോട് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പ പറഞ്ഞത്, ഞാൻ പിടിച്ചത് CM വലിയുല്ലാഹി തങ്ങളെയാണ്, കോയപ്പാപ്പയെ പോലുള്ള മഹാന്മാരെയാണ്. എന്നാൽ ഇന്ന് ഇക്കാലഘട്ടത്തിൽ എൻ്റെ മക്കൾക്കും നമ്മുടെ പുതിയ തലമുറക്കും പിടിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നേതൃത്വം നൽകുന്ന, റഈസുൽ ഉലമ നേതൃത്വം നൽകുന്ന, താജുൽ ഉലമയും MA ഉസ്താദും കൻസുൽ ഉലമയും ഒക്കെ നേതൃത്വം നൽകിയ ഈ മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ന് അവർക്ക് മുറുകെ പിടിക്കാനുള്ളത്. ഈ പ്രസ്ഥാനത്തിൽ മുറുകെ പിടിച്ചാൽ അവർക്കും സ്വർഗത്തിലെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അവിടുന്ന് വഫാത്താകുന്നത് വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമായിരുന്നില്ലേ? അവിടുന്ന് വഫാത്തിനോടനുബന്ധിച്ച് ഏറ്റവും അവസാനമായി പങ്കെടുത്ത അവിടുത്തെ മജ്‌ലിസിൽ വരെ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കേണ്ട അനിവാര്യതയായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ മഹത്വമായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട യൂസുഫിനെ നീ മരിപ്പിക്കണേ എന്നല്ലേ അവിടുന്ന് ആഗ്രഹം പറഞ്ഞത്, അവിടുന്ന് ദുആ ചെയ്തത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ വന്നുകൊണ്ട് പാവപ്പെട്ട യൂസുഫിന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ എനിക്കല്ലാഹ് പുറത്തു തരും എന്ന് പ്രസംഗിച്ചവരല്ലേ ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂര് തങ്ങളുപ്പാപ്പ അവറുകൾ? അവസാനത്തെ അവിടുത്തെ പരിപാടി, കരുവമ്പയിലെ പരിപാടി അതായിരുന്നില്ലേ? എന്നിട്ട് ജീവിതകാലം മുഴുവനും ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം പറയുകയും ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വന്തം മക്കളെ ചേർക്കുകയും നാട്ടുകാരെ മുഴുവൻ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം പറഞ്ഞ് പഠിപ്പിക്കുകയും സുന്നത്തി ജമാഅത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നമ്മുടെ നേതാക്കളെ സംബന്ധിച്ചും ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വവും കൃത്യമായി വിവരിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂര് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് ഈ തരത്തിൽ അശ്ലീലം പറയാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് നൗഷാദേ? ഇത്രമാത്രം മതപ്പതിച്ചു പോയോ താങ്കൾ? ജീവിച്ച കാലത്തോളം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച് ഞങ്ങളുടെ സുപ്രീം കൗൺസിൽ അംഗമായി ഇവിടെ സേവനം അനുഷ്ഠിച്ച മഹാനായ സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂര് തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള അശ്ലീലങ്ങൾ വ്യാജമായി നിർമ്മിച്ച് ഇവിടെ പ്രചരിപ്പിക്കാൻ മാത്രം ആശയപരമായി താങ്കൾ തകർന്നടിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലേ അത്? ആദർശം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ, ആദർശം പറഞ്ഞ് ഈ സമൂഹത്തിലേക്ക് താങ്കളുടെ കുരുവട്ടൂരിസം കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇത്തരത്തിലുള്ള വ്യാജങ്ങൾ മഹാന്മാരായ ഞങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ച് പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത്? വ്യാജമായി ചില ഓഡിയോകൾ ഉണ്ടാക്കി, ചില ക്ലിപ്പുകൾ ഉണ്ടാക്കി, അത് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞതാണെന്ന് പറഞ്ഞ്, നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം പണ്ട് ഔസ് ഖസ്റജിന്റെ ഇടയിലുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യഹൂദികൾ ശ്രമിച്ചതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള താങ്കളുടെ ശ്രമം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ വൈലത്തൂര് തങ്ങളുപ്പാപ്പ ഈ കുരുവട്ടൂരിസത്തെ സംബന്ധിച്ച് എന്തായിരുന്നു അവിടുത്തെ നിലപാട്? വളരെ വ്യക്തമല്ലേ? അവിടുന്ന് കുരുവട്ടൂര് അബ്ദുള്ള എന്ന് പറയുന്ന മൗലവിയെ സംബന്ധിച്ച് എന്താ തങ്ങളുപ്പാപ്പ പറഞ്ഞത്? നിങ്ങൾ കേൾക്കി. അല്ല, ഇപ്പൊ പറഞ്ഞതായിട്ട് തന്നെ ഒരു ഇതുണ്ടായാല് അല്ല, അത് ഞാൻ അവരോട് എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും
വിശ്വസിന്റെ ആൾക്കാരും ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ കാട്ട് കള്ളനാണ്. അതിന് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂര് മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിരിക്കണെന്നുള്ളത്. കൂറ്റമ്പാറബർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കുരുവട്ടൂര് ആഫിദ് കള്ളൻ, ലോക കള്ളനൊക്കെ കാട്ട് കള്ളനാണ്. കേട്ടോ, കാട്ടുകള്ളനാണ്, ലോക കള്ളനാണ്. ആരെ? തങ്ങളുപ്പാപ്പ പറയാണ്. ഇത് തങ്ങൾ സ്വകാര്യം പറഞ്ഞതല്ല. സമസ്തയുടെ പണ്ഡിതന്മാർ അഭിപ്രായം ചോദിച്ചപ്പോ നമ്മുടെ സമസ്തയുടെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കുറ്റമ്പാറ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, വഫാത്തായി പോയ പഴശ്ശി ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ദേവർഷോല്ല ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നേതാക്കളോടൊക്കെ തങ്ങളുപ്പാപ്പ പറഞ്ഞതാണ്. അത് തങ്ങളുടെ ഹയാത്ത് കാലത്താണ് ഈ വീഡിയോ പുറത്തു വരുന്നത്, വഫാത്തിന് ശേഷമല്ല. എന്നിട്ട് തങ്ങൾ എന്തെങ്കിലും അത് തിരുത്തിയോ? ഇല്ലല്ലോ. അത് തങ്ങളുപ്പാപ്പാന്റെ നിലപാടാണ്. ഈ സത്യം ആരുടെ മുമ്പിലും തുറന്നു പറയാൻ മടിക്കാത്ത നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ തങ്ങളുപ്പാപ്പ അവറുകൾ. ഈ വീഡിയോ പുറത്തു വന്നത് അവിടുത്തെ ഹയാത്ത് കാലത്താണ്. എങ്കിൽ മൗലവിമാരെ, ഈ വീഡിയോ പുറത്തു വരുന്ന ഉടനെയെങ്കിലും നിങ്ങൾക്ക് എന്ത് ആ പറയുന്ന ഓഡിയോ എന്ന് പറയുന്ന സാധനം പുറത്തു കൊണ്ടുവരാൻ ധൈര്യമില്ലാതെയായത്? കാരണം ഈസ പറയുന്ന സാധനം അന്ന് ഉണ്ടാക്കിയിട്ടില്ല. അത് തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ നിങ്ങളെ കൂടാരത്തിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ വ്യാജമായ ഒരു സാധനമാണ്. അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കാം എന്നൊരു ധാരണ താങ്കൾക്കുണ്ട് എങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ സൂക്ഷിച്ചു വെക്കുക, സമൂഹത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.